കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദൗത്യത്തിൽ കോടതി തീരുമാനം നിർണായകമായിരിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഷിരൂർ ദൗത്യത്തിന്റെ ഭാവി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, എന്തായാലും ആദ്യഘട്ടത്തിൽ കാലാവസ്ഥയായിരുന്നു ഒരു പ്രതികൂല ഘടകം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ അടക്കം എത്തിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കേസ് ഈ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും കോടതിയുടെ ഒരു നിരീക്ഷണം? കാരണം കഴിഞ്ഞ ഇടയ്ക്ക് കോടതി പറഞ്ഞിരുന്നു തെരച്ചിൽ തുടരണം, നിർത്തരുത് എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ശക്തമായ ഭാഷയിൽ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തിരച്ചിൽ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ തിരച്ചിൽ പൂർണ്ണമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ജില്ലാ ഭരണകൂടം പറഞ്ഞത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്, ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടുകൂടി ഡ്രഡ്ജർ സംവിധാനം എത്തി പുഴയിൽ പരിശോധന നടത്തും എന്ന ഒരു ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ താൽക്കാലികമായി രക്ഷാദൗത്യം നിർത്തിവെച്ചത്. പക്ഷേ ഇതുവരെയും ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ ഇതുവരെയും ഈ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ഈ കർണാടക സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നാളിതുവരെയായിട്ട് നടത്തിയിട്ടുള്ള ഈ രക്ഷാദൗത്യത്തെക്കുറിച്ചും തെരച്ചിലിനെ കുറിച്ചും സമഗ്രമായ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. മാത്രമല്ല ഭാവി ദൗത്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഇത്തരത്തിൽ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് പരിശോധിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ പുഴയിലെ ഒഴുക്കും ഗതിയും അടക്കം പരിശോധിക്കുന്ന ഹൈഡ്രോഗ്രാഫിക് പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഈ ടെഗ് ബോട്ടിൽ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുമെന്നാണ് ഈ ഗോവൻ തുറമുഖ വകുപ്പ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ ഹൈഡ്രോഗ്രാഫിക് പരിശോധനയൊക്കെ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ചെലവ് സംബന്ധിച്ചും ഒരു 90 ലക്ഷം രൂപ ഇനി മുന്നോട്ടുള്ള ദൗത്യത്തിന് ചെലവാകുമെന്നും ഈ പണം കണ്ടെത്തുവാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും ജില്ലാ ഭരണകൂടം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയോളം അവരുടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിന്റെ സഹായം കൂടിയേ തീരൂ എന്നാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. എന്തായാലും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ, അതുപോലെ തന്നെ 2 കന്നഡികരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമായിരുന്നു വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ജഗന്നാഥിന്റെ മകൾ അടക്കം ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനെതിരെയും ഇരു സർക്കാരുകൾക്കെതിരെയും ഉയർന്നു വന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് അലംഭാവം കാണിക്കുന്നതായാണ് പ്രാഥമിക ഘട്ടത്തിൽ എല്ലാം ആക്ഷേപം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാർവാർ MLA അടക്കം ജില്ലാ ഭരണകൂടത്തെ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് സ്വയം രക്ഷാപ്രവർത്തനം നടത്തിവരുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോടതി കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കാൻ പാടില്ലെന്നുള്ള ശക്തമായ വിധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ജില്ലാ ഭരണകൂടം ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ഈ ദൗത്യം ഇതുവരെയും പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി എന്ന് ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിലും ജില്ലാ ഭരണകൂടത്തിന് വ്യക്തത നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമടിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിനോട് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരച്ചിലിന്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു വിധി ഉണ്ടാകും. ആ വിധികളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുൻപോട്ടുള്ള രക്ഷാദൗത്യം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഭദ്ര. ശരി, ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ദൗത്യത്തിൽ കോടതി തീരുമാനമെന്താകും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം ഡ്രഡ്ജർ സംവിധാനം അടക്കം ഇനി എത്തിക്കണം എന്നാണ് നാവികസേനയും അതുപോലെ NDRF സംഘവും മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മൽപ്പെ അടക്കം പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്കിനി
തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. 10 അടിയിലും താഴെയാണ് ഈ വാഹനമുള്ളത് എന്നൊരു സൂചന കൂടി ലഭിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്.